അതിന്റെ ഇടയ്ക്കൂടെ ഓടി വരില്ലേ? ഇവ നമ്മുടെ ഫുൾ സപ്പോർട്ടാ, ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഇവരെ നോക്കുന്നില്ല. വേറെ പട്ടിയൊന്നും വരത്തില്ല, ഏത് പട്ടി വന്നാലും ഓടിക്കും. കണ്ടോ, ഒരു 10 വയസ്സുണ്ട് കേട്ടോ രാജു കേട്ടാ. 10 വയസ്സുണ്ട്. 10 വയസ്സുണ്ടല്ലേ? 10 വയസ്സുണ്ട്. നമ്മൾ കണ്ടാൽ പറയത്തില്ല ഇവനാ, വേറെ ഒരു പട്ടിയെ അടുപ്പിക്കത്തില്ല. ഒരു ലാബ് കൂടെ ഉണ്ട്, അവളും ഇവരുമായിട്ട് ഭയങ്കര സ്നേഹം. കുട്ടികളൊക്കെ അതിൻ്റെ ചെന്നപ്പോൾ ഒന്നും ചെയ്യും. നമുക്കെല്ലാം അറിയാമല്ലോ, ആട് വളർത്തൽ പാവപ്പെട്ടവൻ്റെ ATM ആണ്. എപ്പോൾ ആവശ്യം വന്നാലും ആടുകളെ വിറ്റ് ക്യാഷ് ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ വർഷക്കാലം മുന്നേ ആട് വളർത്തലേക്ക് ഇറങ്ങി വളരെ വലിയ ആഘാതമാണ് സഹിച്ചേട്ടൻ ഏൽക്കേണ്ടി വന്നത്. നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, 250 രൂപയ്ക്കും 350 രൂപയ്ക്കും ഒക്കെ ആടുകളെ കിട്ടുന്നു എന്ന് പറയുന്ന പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ അന്യസംസ്ഥാനത്തു നിന്ന് ലോഡ് വന്ന് പരസ്യം കണ്ടിട്ട് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് 6-7 ആടുകളെ വാങ്ങിക്കൊണ്ട് വന്നു. ആ 7 ആടുകളും പൂർണ്ണമായിട്ടും മരണപ്പെട്ടുപോയി. കൂട്ടിലുണ്ടായിരുന്ന മറ്റാടുകളും അസുഖം പിടിച്ചിട്ട് മരണപ്പെട്ടുപോയി. അങ്ങനെ വളരെ വലിയ ആഘാതമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. നമ്മളിപ്പോൾ കാണുന്ന പരസ്യങ്ങൾ കട്ടിങ്ങിനായിട്ട് എത്തുന്ന ആടുകൾ, 250-350 രൂപയ്ക്ക് കട്ടിങ്ങിനായിട്ട് എത്തുന്ന ആടുകൾ, അതിൽ വളർത്താൻ കൊള്ളാവുന്നത് കൊണ്ട് എന്ന് പറയുന്നുള്ളൊരു പരസ്യമാണ് സോഷ്യൽ മീഡിയ വഴി വരുന്നത്. അപ്പോൾ ഈ പരസ്യം കണ്ടിട്ട് ധാരാളം കർഷകരെ ആകർഷിച്ചിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് വളർത്തുന്ന ആടുകളെല്ലാം പൂർണ്ണമായിട്ടും മരണപ്പെട്ടു പോകാം. ഒപ്പം നമ്മുടെ കൂട്ടുകളിലുള്ള മറ്റാടുകളും വൈറൽ ഇൻഫെക്ഷനായിട്ട് മരിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, സൈച്ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, അന്യ സംസ്ഥാനത്തു നിന്ന് എത്തുന്ന ആടുകൾ, നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ വളർത്താൻ നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ വാക്സിനേഷനൊക്കെ എടുത്തതും ക്വാറൻറ്റൈൻ കഴിഞ്ഞതും നിശ്ചിത സമയങ്ങളിൽ ക്വാറൻറ്റൈൻ കഴിഞ്ഞ ആടുകളെയൊക്കെ വാങ്ങി വളർത്തിയാൽ വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വളരെ വലിയൊരു ആഘാതത്തിൽ നിന്നുമാണ് അദ്ദേഹം ആട് വളർത്തൽ വീണ്ടും ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം നന്നായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നല്ല കർഷകരുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ആടുകളെ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു പേരൻറ് സ്റ്റോക്കിനെ അദ്ദേഹം ഇവിടെ സെറ്റ് ചെയ്യുകയുണ്ടായി. ഒപ്പം തന്നെ വലിയ മുതൽ മുടക്കില്ലാത്ത ചെലവ് ചുരുങ്ങിയ കൂടുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ബീറ്റൽ, ഹൈദരാബാദി തുടങ്ങിയ നല്ല ചെവിനീളമുള്ള ആടുകളെയും നല്ല വളർച്ചാശേഷിയുള്ള ആടുകളെയും അദ്ദേഹം ഇവിടെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യവും പറയുന്നു, നാടനാടുകളും മലബാറി ആടുകളും ഒക്കെ വളർത്താൻ അനുയോജ്യമായ ആടുകൾ തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് ഇവരെ വളർത്തുമ്പോൾ, ഈ ബ്രീഡ് ആടുകളെ വളർത്തുമ്പോൾ മറ്റ് ആടുകളെ വിൽപ്പന നടത്തുന്നതിൽ കൂടുതൽ ക്യാഷ് കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെവിനീളമുള്ള ആടുകളെയും ബ്രീഡ് ആടുകളെയും ഇദ്ദേഹം ഇവിടെ പേരൻറ് സ്റ്റോക്കാക്കി ഉൾപ്പെടുത്താനുള്ള കാരണം തന്നെ. അന്യസംസ്ഥാന ബ്രീഡ് ആടുകളെ വളർത്താൻ എല്ലാ കർഷകർക്കും ആഗ്രഹമാണ്. അതിൻ്റെ കാരണം തന്നെ അവരുടെ വളർച്ചയൊക്കെയാണ്. നല്ല ഗ്രോത്ത് റേറ്റ് കിട്ടും നമുക്ക് ഈ ആടുകളെ വളർത്തിയാൽ. നമ്മുടെ മലബാറിയൊക്കെ ഒരു നിശ്ചിത വെയിറ്റ് വെക്കുമ്പോൾ അതിൻ്റെ ഡബിൾ മടങ്ങ് വെയിറ്റ് വെക്കുന്ന ആടുകളാണ് ബ്രീഡ് ആടുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർഷകർ ഏറെ ചതിക്കുഴിയിൽ വീഴുന്നതും. മോഹന പരസ്യങ്ങൾ കണ്ടിട്ട് പോയി വീഴുകയാണ്. 250-300 കിട്ടുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഓടിപ്പോയി വാങ്ങുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത്. ഇതേപോലുള്ള കർഷകർക്ക് ധാരാളം സാമ്പത്തിക നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, വാക്സിനേഷൻ എടുത്ത് നിശ്ചിത സമയം ക്വാറൻറ്റൈൻ കഴിഞ്ഞ ആടുകളെ വാങ്ങി വളർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു ചതിക്കുഴിയാണ് അന്യസംസ്ഥാന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർ വലിയ ആടുകളെയൊക്കെ വളരെ വിലക്കുറവിൽ പരസ്യം ചെയ്യാറുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർ അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും ശേഷം പിന്നീട് അവരുടെ യാതൊരു അറിവുമില്ല, ആ സിം അവർ ഒടിച്ചു കളഞ്ഞിട്ട് അടുത്ത സിം എടുക്കുകയും വീണ്ടും അവർ ഈ തട്ടിപ്പിന് മലയാളികളെ ഇരയാക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കേരളത്തിലുള്ളവരുടെ കർഷകരുടെ, പാവപ്പെട്ട കർഷകരുടെ ക്യാഷ് പോയിരിക്കുന്നു. നമുക്ക് നല്ല വ്യക്തമായ തെളിവുണ്ട്. പലരും നമ്മോട് വിളിച്ച് വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക, അന്യസംസ്ഥാനത്തെ ആൾക്കാരുടെ പരസ്യം കണ്ടിട്ട് നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കാതിരിക്കുക. അന്യസംസ്ഥാനത്ത് ആരെങ്കിലും മലയാളികളായിട്ട് പരിചയക്കാരുണ്ടെങ്കിൽ അവർ വഴിയൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മൾ തന്നെ പോയി വാങ്ങിയാലും കുറച്ചുകൂടെ നന്നാവും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ പൈസയാണ്, നമ്മളത് വളരെ കൃത്യമായിട്ട് തന്നെ വിനിയോഗിക്കുക. പരസ്യങ്ങളിൽ പെട്ടുപോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് പേരുടെ പൈസ പോയിരിക്കുന്നു കേരളത്തിൽ നിന്ന്. അവർക്കൊക്കെ ഇത് വെളിയിൽ പറയാനുള്ളൊരു മടിയുണ്ട്. എന്നാൽ രഹസ്യമായിട്ടൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും പൈസ നമ്മൾ മുഖാന്തരമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വീണ്ടും അതിനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തുള്ള ഒരു ഇക്കയുടെ പൈസ പോയിരിക്കുന്നു 90,000 രൂപ. അപ്പോൾ വില കുറച്ചിട്ട് ആടുകളെ കൊടുക്കാമെന്ന് പറഞ്ഞ് ക്യാഷ് മേടിച്ചാണ്. പകുതി പൈസ ആദ്യം കൊടുക്കുക,
പിന്നീട് ആട് എത്തിക്കഴിയുമ്പോൾ ബാക്കി പൈസ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് അവർ ക്യാഷ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കാൻ കുഴപ്പമില്ലല്ലോ, പകുതിയല്ലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്താൽ ആ പകുതി പൈസ നമ്മുടെ പോയി, പിന്നീട് അവരുടെ യാതൊരു അറിവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നല്ല കർഷകരുണ്ട്, അവരുടെ കയ്യിൽ നിന്നൊക്കെ ആട് കളക്ട് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന കാര്യം, ആട് വളർത്താനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന നാടൻ ആടുകൾ, മലബാറി ആടുകൾ, അവരെ വെച്ച് നമ്മുടെ ഫാം ആദ്യം ആരംഭിക്കുക. 3-4 ആടുകളിൽ തുടങ്ങി അവരുടെ പരിപാലന രീതികളുമൊക്കെ പഠിച്ച്, പ്രസവം എടുക്കാനൊക്കെ പഠിച്ച്, അവരുടെ ആഹാര രീതിയും അസുഖങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയായതിനു ശേഷം നമ്മൾ മുന്തിയ ആടുകളിലേക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി. അങ്ങനെ തന്നെ വേണം ആട് വളർത്താൻ ഇറങ്ങാൻ. ആട് വളർത്തൽ എപ്പോഴും ലാഭകരം തന്നെയാണ്, നഷ്ടം വരുത്തുന്ന മേഖലയല്ല. അസുഖങ്ങളെ തിരിച്ചറിയാനും അവരുടെ ദഹന പ്രക്രിയയെക്കുറിച്ചൊക്കെ അറിയാനും നമ്മൾ പഠിക്കുമ്പോഴാണ് ആട് വളർത്തൽ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മുടെ തെക്കൻ മേഖലയിൽ, കേരളത്തിൻ്റെ തെക്കൻ മേഖലയിലെ ഒരു ഇഷ്ട വിഭവമാണ് പ്ലാവൻ തൂപ്പുകൾ. ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയതാണ് ഈ ഒരു ഇലയിൽ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കർഷകരൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പ്ലാവിനെയാണ്. കാരണം ധാരാളം പ്ലാവ് കൃഷിയുള്ള സ്ഥലമാണ് നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത്. അതേപോലെ പത്തനംതിട്ട ഭാഗമൊക്കെ ഒരുപാട് ഇലവർഗ്ഗങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ആട് വളർത്തൽ കൂടുതൽ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ചിലവ് ചുരുങ്ങി ആട് വളർത്തുമ്പോഴാണ് ആട് വളർത്തൽ ലാഭകരമായി മാറുന്നത്. അന്യസംസ്ഥാനത്ത് എന്താണ് ഇത്രത്തോളം ആട് വളർത്തൽ ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവിടെ അഴിച്ചു വിട്ട് വളർത്തുന്ന ഒരു രീതിയാണ്. അസുഖങ്ങൾ അവർക്കില്ല, തീറ്റ ചിലവ് വളരെ കുറവാണ് അവർക്ക്. കപ്പലണ്ടി തോലും മറ്റ് കൃഷി വിഭവങ്ങളൊക്കെ അവർക്കുള്ളതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് തീറ്റ കൊടുക്കാനായിട്ട് അവർക്കുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ അനുസരിച്ച് സമൃദ്ധമായിട്ടുള്ള പച്ചപ്പ് അവിടെ ഇല്ലെങ്കിലും നല്ല രീതിയിൽ ആടുകൾ വളർത്താനുള്ള അനുയോജ്യമായ സാഹചര്യമാണ് അന്യ സംസ്ഥാനത്തുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്രത്തോളം ഇല്ല. എങ്കിലും നമ്മൾ പലതരത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ കൊടുത്തിട്ട് ആടുകളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ സൈച്ചേണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിന് തൂപ്പുള്ള സ്ഥലമാണ്, പ്ലാവുള്ള സ്ഥലമാണ്. അവർ പോയി ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ടാണ് ഈ ആടുകൾക്കൊക്കെ കൊടുത്ത് പരിപാലിക്കുന്നത്. അങ്ങനെ ദീർഘനാളത്തെ ഒരു പരിശ്രമ ഫലമായിട്ട് അദ്ദേഹം നല്ലൊരു പേരൻറ് സ്റ്റോക്കിനെ ഇവിടെ സെറ്റ് ചെയ്തു. നന്നായിട്ട് ആട് വളർത്തലായിട്ട് സന്തോഷത്തോടു കൂടി ഇദ്ദേഹം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു പരാജയത്തിൽ നിന്ന് ഒരു വിജയത്തിലേക്ക് വന്ന ഒരു കർഷകനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയ്ക്കകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആട് വളർത്തൽ എങ്ങനെ ലാഭകരമാക്കി മാറ്റാം, ഏത് ആടുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ആടുകളുടെ പാർപ്പിടം നിർമ്മിക്കേണ്ടത്, ആടുകളുടെ അസുഖങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, അതിനുള്ള പ്രതിവിധി എങ്ങനെ കണ്ടെത്താം, അപ്പോൾ പാവപ്പെട്ടവൻ്റെ ആട് വളർത്തൽ എങ്ങനെ ലാഭത്തിലേക്ക് എത്തിക്കാം എന്ന് വിശദമായിട്ട് പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോ വരാൻ പോകുന്നതേ ഉള്ളൂ. അന്യ സംസ്ഥാനത്ത് പോയിട്ട് അവിടുത്തെ ബ്രീഡുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അവിടുത്തെ വിലയെപ്പറ്റി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആടുകളെ അവിടുന്ന് വാങ്ങാം, ഇവിടെ സമീപിച്ചാൽ അത് കിട്ടും എന്നുള്ള വിശദമായ വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ഫോളോ ചെയ്ത് സപ്പോർട്ട് നൽകണം. പാവപ്പെട്ട കർഷകനൊപ്പം എന്ന് നിലനിൽക്കുന്ന ഒരു ചാനലായിരിക്കും നമ്മുടെ. അത് 100% വിശ്വാസമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതുകൊണ്ട് നമ്മുടെ ചാനൽ ദയവായി സപ്പോർട്ട് നൽകണം. ഫോളോ ചെയ്ത് നല്ല അഭിപ്രായങ്ങളുമൊക്കെ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സപ്പോർട്ട് നൽകണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്താം.